ഇവന്റ് ഇൻഡസ്ട്രീസ് വൈഡ് ഒരുപാട് സ്കോപ്പുകളുള്ളതാണ്. ഇപ്പോൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഇവന്റ്സ് ഉണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ഒരു വലിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസിൽ വന്നിട്ടുള്ളവരല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓരോന്നും കണ്ടും മനസ്സിലാക്കിയും പഠിച്ചും. കാരണം നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും നമുക്കും ബുദ്ധിമുട്ടാവരുത്, നമ്മൾ ചെയ്തു കൊടുക്കുന്ന ക്ലയന്റിനും ബുദ്ധിമുട്ടാവരുത്. അപ്പൊ ആ ഒരു കോൺഫിഡൻസിൽ എത്തുമ്പോൾ ഓരോന്നും പതുക്കെ പതുക്കെ ചെയ്തു പോവാം എന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേട്ടു ജോസിന്റെയും ആന്റെയും മനോഹരമായ ഒരു കഥ. അവർ ചെറിയ രീതിയിൽ രണ്ടുപേരും തൊഴിൽ ചെയ്യുകയായിരുന്നു. ഈ തൊഴിൽ ചെയ്തതിന് ശേഷമാണ് അവർ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. ഇതൊക്കെ ദൈവത്തിന്റെ വിളിയാണ്. സംരംഭം തുടങ്ങാനിരിക്കുന്നവർ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ആ സമയമാകുമ്പോൾ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി എന്ന് എഴുതിയിട്ടായിരിക്കില്ല വരിക. നിങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അതെന്താണെന്ന് മനസ്സിലാക്കി ചാടി വീഴുക എന്ന് മാത്രമാണ്. അവരൊരു സിനിമ കണ്ടപ്പോൾ തോന്നിയ, പൗലോ കോലോ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ കയ്യിലെത്തും എന്ന് പറയുന്ന പോലെ തന്നെയാണ് അവർക്ക് മുമ്പിൽ ഒരു കസിൻ ഒരു വെഡ്ഡിങ് പ്ലാൻ ചെയ്യാനായിരിക്കും. പക്ഷെ ഇന്ന് അവരതിൽ ആത്മാർത്ഥമായി പരിശ്രമിച്ച് എൻ്റെ ഇവന്റുകളിൽ ഞാൻ അവരുടെ പരിശ്രമം കണ്ടിട്ടുണ്ട്. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കപ്പിൾസാണ് അവർ. ഒരു കാര്യം ഏറ്റെടുത്താൽ അവർ പൂർണ്ണതയോടുകൂടി സന്തോഷത്തോടുകൂടി അത് ആ ഡെലിവറി ഔട്ട്പുട്ട് 100% അല്ല 110% ഇട്ടിട്ട് അത് ചെയ്യും. 3 ഇവന്റും എൻ്റെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ആത്മാർത്ഥം കൊണ്ട് മാത്രമാണ്. ഇത്തരം സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ, സംരംഭകരുണ്ടാവട്ടെ.